സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയമുള്ള ഗുരുജനങ്ങളെ, ശ്രീനാരായണ ഗുരുദേവനാൽ വിരചിതമായിരിക്കുന്ന ജനനീ നവരത്നാഞ്ജലി എന്ന് പറയുന്ന സ്തോത്ര രത്നത്തിൻ്റെ വിചാരം ചെയ്യലാണ്, അഥവാ അതിനെ മീമാംസിക്കലാണ് ശ്രീനാരായണീയ കുടുംബം എന്ന് പറയുന്ന ഈ കൂട്ടായ്മയിൽ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശുതൻ മതിമറന്ന് അന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിലൊന്നായി വീണു വലയും എന്നാശയം ഗതി പെറും നാദഭൂമിയിലമർന്നാവിരാഭ പടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണറുംപടി കലർന്നാറിടുന്നു ജനനീ. ഏകമായിരിക്കുന്ന പരബ്രഹ്മത്തിൽ നിന്ന് അഥവാ പരമാത്മസത്തയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള ഈ സകല ജീവജാലങ്ങളിലും സ്ഫുരിക്കുന്നത് ഒരേ ചൈതന്യത്തിൻ്റെ അംശങ്ങളാണ് എന്നുള്ള ഒരു വാസ്തവം നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിനൊപ്പം ആ ഏകമായിരിക്കുന്ന ആ ജ്ഞാനത്തിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുള്ള ജീവജാലങ്ങൾക്ക് അനുഭവമായിരിക്കുന്ന ഈ പ്രപഞ്ചം എന്നുള്ളത്, അല്ലെങ്കിൽ നാം നോക്കിക്കാണുന്ന പ്രപഞ്ചം എന്നുള്ളത്, കാണുന്നവനും കാണുന്ന വസ്തുവും കാഴ്ചയും, അതുപോലെ കേൾക്കുന്നവനും കേൾക്കുന്ന വസ്തുവും കേൾവിയും എന്നിങ്ങനെ നമ്മുടെ ബാഹ്യ ഇന്ദ്രിയങ്ങൾ കൊണ്ടും ആ ബാഹ്യേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അന്ധകരണങ്ങളും കൊണ്ട് നാം മനസ്സിലാക്കുന്ന ഈ പ്രപഞ്ചം യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ് എന്ന് തിരിച്ചറിവുണ്ടായി ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നാം സുസൂക്ഷ്മമായി നമ്മളുടെ ഉദ്ദേശം, ഈ ജന്മത്തിൻ്റെ അല്ലെങ്കിൽ അനേക ജന്മങ്ങളായിട്ട് എടുത്തു വന്നിട്ടുള്ള ഈ ജന്മങ്ങളുടെ എല്ലാം പരമമായിരിക്കുന്ന ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യമെന്ന് പറയുന്നത് ആ പരമാത്മജ്ഞാനത്തിൽ അല്ലെങ്കിൽ ഏകമായിരിക്കുന്ന ആ ജ്ഞാന രൂപത്തിൽ അഥവാ പരബ്രഹ്മത്തിൽ ഓങ്കാരധ്വനി മണ്ഡലത്തിൽ ആ ചിന്നാഭിയിൽ ലയിക്കുക എന്നുള്ളതാണെന്നും നമ്മുടെ ഈ ജീവിത യാത്രയിൽ നമ്മൾ കാണുന്ന ത്രിപുടികൾ, ഉയർന്നു വന്ന ആയിരക്കണക്കായിരിക്കുന്ന ത്രിപുടികൾ, അതായത് നമുക്ക് കാണുന്ന വസ്തു, കാഴ്ച, അതുപോലെ തന്നെ കാണുന്നവൻ, അതേപോലെ കേൾക്കുന്ന വസ്തു, കേൾവി, കേൾക്കുന്ന ആള്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന ഈ അനുഭവങ്ങൾ നമുക്ക് അറിയാം. നമ്മളോടൊരാൾ ഫോണിലാണെങ്കിൽ കൂടിയിട്ട് നല്ല സന്തോഷത്തോടു കൂടിയിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചിരിച്ച് സംസാരിക്കുന്ന അവസരത്തിൽ നമ്മളുടെ ഉള്ളിലും അറിയാതെ ഒരു സന്തോഷം ഉണ്ടാവാറുണ്ട്. നേരെ മറിച്ച് നമ്മളോട് വളരെ ദേഷ്യത്തോടുകൂടി നിന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ സംസാരിക്കുന്നെങ്കിൽ അപ്പോൾ നമ്മുടെ ഉള്ളിൽ അയാളോട് ദേഷ്യമാണ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഉണ്ടായി മാറി മറയുന്ന ആ വികാരങ്ങൾ, അതിനനുസരിച്ച് നമ്മൾ ആ സമയത്ത് നമുക്ക് സന്തോഷം തോന്നുന്ന സമയത്ത് ഇപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാനവിടെ ഉണ്ടാവുന്നില്ല. ആ സന്തോഷം തോന്നുന്ന സമയത്ത് ഞാൻ വേറൊരാളായിട്ട് മാറും. ഇനി സങ്കടം വരുന്ന സമയത്ത് ഞാൻ മറ്റൊരാളായിട്ട് മാറും. അതുപോലെ ദേഷ്യം ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ വിഭിന്നങ്ങളായിരിക്കുന്ന രൂപമാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ മാനസിക തലത്തിലും ശാരീരിക തലത്തിലും ഉണ്ടാകുന്ന പരിവർത്തനങ്ങളിൽ പെട്ടിട്ടാണ് നമ്മൾ ജീവിതം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതിൽ സുസൂക്ഷ്മമായിട്ട് ഗുരു പറയുന്നൊരു കാര്യം, നമ്മുടെ ലക്ഷ്യം, നമുക്ക് ഈ ഒരു യാത്രയിൽ നമ്മുടെ ഈ ശരീരം ധരിച്ചതിന് ശേഷം നമുക്കുള്ള ആ ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു യാത്ര, ഈ ഒരു ജീവൻ്റെ യാത്ര എന്ന് പറയുന്നത് പരമമായിരിക്കുന്ന അല്ലെങ്കിൽ പരമാത്മജ്ഞാനത്തിൽ ലയിക്കുക എന്നുള്ളത്. ആ അനുഭൂതി അല്ലെങ്കിൽ ആ ആനന്ദത്തെ നമ്മൾ വിട്ടിട്ട് ബാഹ്യപ്രപഞ്ചത്തിൽ നമുക്ക് ഇല്ലാതെ അല്ലെങ്കിൽ മായ ഉണ്ടാക്കി കാണിക്കുന്ന ഈ ബാഹ്യപ്രപഞ്ചത്തിൽ കാണുന്ന വസ്തുക്കളിൽ, ഈ വിഷയവസ്തുക്കളിൽ ഭ്രമിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നു, വ്യതിചലിച്ചു പോകുന്നു.
ഇനി എന്നാണ് എനിക്ക് ഈ പരമാത്മജ്ഞാനത്തിലേക്ക് ലയിക്കാൻ പറ്റുക, അല്ലെങ്കിൽ അതിൽ പൂർണ്ണമായിട്ടും അസ്പന്ദാവസ്ഥയിൽ ഇനിയും മറ്റൊന്നിലേക്ക് പോവാതെ കൊണ്ട് എനിക്ക് ചെന്ന് ചേരാൻ പറ്റുക എന്നുള്ള ആ ഒരു സങ്കടം, അല്ലെങ്കിൽ എന്നാണ് എനിക്ക് സാധിക്കുക എന്നുള്ളൊരു ചോദ്യത്തോടു കൂടിയിട്ടാണ് വളരെ മനോഹരമായിട്ട് ഈ പദ്യഭാഗം അല്ലെങ്കിൽ ഈ സ്തോത്രത്തിൻ്റെ അല്ലെങ്കിൽ കുറച്ചുകൂടിയിട്ട് ആഴത്തിൽ ഇതിനെ പഠിക്കാൻ ശ്രമിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇത് വലിയൊരു ഒരു ഉപനിഷത്താണ്, അല്ലെങ്കിൽ അതിനപ്പുറത്ത് ഇതൊരു വേദമാണ്, അല്ലെങ്കിൽ അതിനപ്പുറം അങ്ങനെയുള്ള രീതിയിലേക്ക് ആഴത്തിൽ ഇതിനെ വിശകലനം ചെയ്തു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. കേവലം സ്തോത്രകൃതി എന്നുള്ള നിലയിലാണ് നമ്മൾ ഇതിനെ നോക്കിക്കണ്ടിട്ടുള്ളത്. അതിൻ്റെ ഒരു ദാർശനിക തലം, അല്ലെങ്കിൽ അതിനും അപ്പുറത്തെ അതിന് വലിയ ആഴവും പരപ്പും ഉണ്ട് എന്നുള്ളത് ഇതിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഈ വരികളുടെ അർത്ഥത്തിനപ്പുറത്ത് ഇതൊരു അനുഭവ തലം കൂടിയിട്ടുണ്ടാവണം. കാരണം കേവലമായിരിക്കുന്ന അർത്ഥങ്ങളെ വിശകലനം ചെയ്യുന്നത് കൊണ്ട് മാത്രം നമുക്ക് പദാർത്ഥം കിട്ടി എന്നുള്ളതല്ലാതെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മുടെ മനനം, അല്ലെങ്കിൽ നമ്മൾ ആഴത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ മാത്രമാണ് യഥാർത്ഥമായിരിക്കുന്ന ഒരു സ്വരൂപം നമുക്ക് കാണാൻ പറ്റുന്നത്. മറ്റൊരു കാര്യം, ഇതിൻ്റെ കർത്താവായിരിക്കും ജനനീ നവരത്ന മഞ്ജരി എന്ന് പറയുന്ന സ്തോത്രത്തിൻ്റെ അല്ലെങ്കിൽ കീർത്തനത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ശ്രുതിയുടെ കർത്താവായിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ. ഗുരുവിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ ഗുരു എത്രത്തോളം ഉയരത്തിലാണ് നമ്മൾ നോക്കിക്കാണുന്ന ഋഷിപരമ്പരയിൽ നിന്നും അല്ലെങ്കിൽ ഋഷിപരമ്പരകളിൽ ഗുരുവിൻ്റെ സ്ഥാനം എത്രത്തോളം ഉയരത്തിലാണ് എന്നുള്ളതും കൂടിയിട്ട് നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. കാരണം ഇതിനെയൊക്കെ അനുഭവിച്ച് അറിഞ്ഞിട്ട് ഗുരുവിൻ്റെ അനുഭൂതിയാണ് ഗുരു കൃതികളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അപ്പോൾ ആ ഒരു അനുഭൂതിയുടെ തലം കൂടിയിട്ട് നമുക്ക് നമ്മളുടെ മനനം കൊണ്ട് നമുക്കതൊന്ന് മനസ്സിലാക്കിയെടുക്കുക. കാരണം നമുക്കത് അനുഭവിക്കാനായിട്ട് തരമില്ല. അതുകൊണ്ട് തന്നെ ഗുരുവിൻ്റെ കൃതികളെ, ഗുരുവിൻ്റെ വാക്കുകളെ വിശകലനം ചെയ്യുമ്പോൾ അത് നമ്മുടേതായ മാത്രം അല്ലെങ്കിൽ നമ്മുടേത് മാത്രമായിരിക്കുന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്കതിനെ വിശകലനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ ഗുരു അനുഭവിച്ച അല്ലെങ്കിൽ ഗുരു എന്താണ് ഗുരുവിൻ്റെ അനുഭവങ്ങൾ, ഗുരു എന്താണ് അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആനയിൽ അന്ധരെന്ന പോലെ നമുക്ക് നോക്കിക്കാണാവുന്ന ഉപകരണങ്ങളിലൂടെ നമുക്ക് ഗുരുവിനെയും അതുപോലെ തന്നെ ഗുരു നമുക്ക് കനിഞ്ഞു തന്നിട്ടുള്ള ഈ സ്തോത്രരത്നത്തെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാവുന്നതാണ് എൻ്റെ വിനീതമായിരിക്കുന്ന അഭിപ്രായം. നമസ്തേ.